ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോടു മത്സരിക്കുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോടു മത്സരിക്കുന്നു. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ചിന്താവിഷയമായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് സുഭാഷിതം 23-22 വചനം, സദൃശവാക്യം 23-22, പ്രോവർബ് ചാപ്റ്റർ 23:22. ഇംഗ്ലീഷിൽ അറിയാവുന്നവർക്ക് ഇംഗ്ലീഷിലും കത്തോലിക്കരല്ലാത്തവർക്കും അക്രൈസ്തവർക്കും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ബൈബിളിലെ സദൃശവാക്യം, കത്തോലിക്ക ബൈബിളിലെ സുഭാഷിതം 23-22 വചനം. ഇംഗ്ലീഷ് അറിയാവുന്നവർ പ്രോവർബ് ചാപ്റ്റർ 23:22. നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക, വൃത്തിയായ അമ്മയെ നിന്ദിക്കരുത്. വൃത്തിയായ അമ്മയെ നിന്ദിക്കരുത് എന്നിട്ട് പറയുകയാണ് അതിന്റെ 25 വചനം, നിന്റെ മാതാപിതാക്കൾ സന്തുഷ്ടരാകട്ടെ, നിന്റെ പെറ്റമ്മ ആഹ്ലാദിക്കട്ടെ. ഈ 2 വചനം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് നമുക്ക് ആരോഗ്യവും സമ്പത്തും ജീവിത പങ്കാളിയും മക്കളും ജോലിയും ഒക്കെ ആയി ഇത് എങ്ങനെയാണ്? എനിക്ക് ജന്മം നൽകാൻ ദൈവം എടുത്തുപയോഗിച്ച ഒരു പിതാവുണ്ട്. ആ പിതാവിനെ നമ്മൾ ബഹുമാനിക്കണമെന്നും അമ്മയെ ആദരിക്കണമെന്നും ദൈവത്തിന്റെ കൽപ്പനകളിലെ 4ാമത്തെ കൽപ്പനയാണെന്ന് നമുക്കറിയാം. പുറപ്പാടിന്റെ പുസ്തകം എക്സോഡസ് ചാപ്റ്റർ 20:12 പറയുന്നുണ്ട്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്ന് കർത്താവിന്റെ കൽപ്പനയാണ്. ഈ കൽപ്പനയുടെ ലംഘനമാണ് മാതാപിതാക്കളെ നമ്മളെ അവഗണിക്കുകയും പരിഹസിക്കുകയും അവരെ നമ്മളെ ഉപദ്രവിക്കുകയും അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള സംരക്ഷണവും പരിപാലനവും കൊടുക്കാതെ നമ്മൾ കഴിയുകയാണെങ്കിൽ നമ്മുടെ വരുംകാല ജീവിതങ്ങളിലും തലമുറയിലും നീ ജന്മം കൊടുത്ത മക്കളും ഒക്കെ അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങളെ കുറിച്ച് വളരെ വലുതായ ഒരു ലിസ്റ്റ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഏതെങ്കിലും വിധത്തില് നമ്മുടെ അമ്മയോ അപ്പനെയോ വാർദ്ധക്യത്തിൽ സഹായിക്കാതിരിക്കുകയോ അവരെ പുച്ഛിച്ചു തള്ളുകയോ അവരെ ആദരിക്കാതിരിക്കുകയോ ബഹുമാനിക്കാതിരിക്കുകയോ അവര് പറയുന്ന അനുസരിച്ച് ജീവിക്കാതിരിക്കുകയോ ചെയ്താൽ ആ വ്യക്തികളുടെ കുടുംബങ്ങളുടെ അടിത്തറ ഇളകുമെന്ന് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ 9 മുതൽ 16 വരെ പറയുന്നുണ്ട്. സിറാഖ് ചാപ്റ്റർ 3:9-16 വ്യക്തമായിട്ട് പറയുകയാണ്, പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും. അപ്പം പിതാവും മാതാവും സന്തുഷ്ടരായിട്ടും ആഹ്ലാദരായിട്ടും കഴിയേണ്ടത് മക്കളുടെ മക്കളും അവരെ നോക്കേണ്ട കടപ്പാടുകളുണ്ട്. ഇനി മക്കളുടെ മക്കളാണ് പോലും നോക്കണം ഗ്രാൻഡ് മമ്മയെ അല്ലെ ഗ്രാൻഡ് ഫാദറിനെ എന്ന് വെച്ചാൽ, കാരണം എന്താന്ന് വെച്ചാൽ ആ അമ്മയും അപ്പനും മുഖേനമാണ് നിനക്ക് ഒരു അപ്പനും അമ്മയും ഉണ്ടായതും. നീ ഗ്രാൻഡ് പപ്പ ഗ്രാൻഡ് മമ്മ എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വിളിക്കുന്നത് മറ്റു പല രീതിയിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. മുതുക്കിയെന്നും
തള്ളയെന്നും അല്ലാത്ത പല ഭാഷകളിലും അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ, അവരെ കണ്ണുനീര് കുടിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ കൊച്ചുമക്കളിൽ നിന്നുണ്ടാകുമ്പോൾ നിനക്ക് ജന്മം നൽകിയ മക്കളെ നീ ശാസിക്കുകയോ അതിന് വഴക്ക് പറയുകയോ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ, അത് അവരുടെ കളികൾ കണ്ട് സന്തോഷിക്കുക, അവരുടെ വാക്കുകൾ കേട്ട് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഇതിന്റെ അപ്പുറം ദുഃഖിപ്പിക്കും, പീഡിപ്പിക്കും എന്ന് നീ ഓർത്തുകൊള്ളുക. അവരെ ശാസിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തമ്പുരാന്റെ മുമ്പില് ഈ 9-ാമത്തെ വചനം പറയുന്നു, പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും. ഇന്ന് പല കുടുംബങ്ങളിലും ബന്ധനത്തിൽ കഴിയുന്നു. അവരുടെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണം, അനുഗ്രഹം കിട്ടാത്തതിന്റെ കാരണം നിനക്ക് ജന്മം നൽകിയ പിതാവിനെ നീ പരിചരിക്കുന്നത് കൊണ്ടാണ്, അവരെ വാർദ്ധക്യത്തിൽ സഹായിക്കുന്നത് കൊണ്ടാണ്. അവൻ നോക്കട്ടെ ഇവൻ നോക്കട്ടെ എന്ന് ഒരു കാരണവശാലും പറയരുത്. കാരണം ഈ അപ്പനും അമ്മയ്ക്കും 4 മക്കളുണ്ട്. 4 മക്കളും ഒരുപോലെ നോക്കേണ്ട കടപ്പാട് അവർക്കുണ്ട്. ഇല്ലേ, അത് കടമായിട്ട് കിടക്കും. മഹാ അപരാധമാണ്, മാരക പാപമാണ്. വാർദ്ധക്യത്തിൽ അവരെ സഹായിക്കണം. അവരുടെ ചോരും നീരും വെയിലും മഞ്ഞും ഒക്കെ കൊണ്ട് നമ്മളെ വളർത്തിയെടുത്ത് വലുതാക്കി നമ്മളെ പഠിപ്പിച്ചു ഒക്കെ ചെയ്തെങ്കിൽ നിശ്ചയമായിട്ടും അവരുടെ വാർദ്ധക്യത്തിൽ സഹായിക്കേണ്ടത് മക്കളുടെ മക്കളുമാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ മക്കളെ പോലും അത് പഠിപ്പിക്കണമെന്ന ബൈബിൾ പറയുന്നത്. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അത് നമ്മൾ ചെയ്യാതെ വന്നാൽ അവർ മുഖാന്തരം നീയും വേദന അനുഭവിക്കേണ്ട അവസ്ഥകളെ, ഒറ്റപ്പെടുന്ന അവസ്ഥകൾ ഇതിനേക്കാൾ കൂടുതലായിട്ട് വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അമ്മയുടെ ശാപം അടിത്തറയിളക്കും. ഇന്ന് പല കുടുംബങ്ങളെ അടിത്തറയിളക്കും. കാരണം അമ്മായിയമ്മയുടെ ശാപമായിരിക്കാം, അമ്മായിയപ്പന്റെ ശാപമായിരിക്കാം, ജന്മം നൽകിയ പിതാവിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ജന്മം നൽകിയ മാതാവിന്റെ ആയിരിക്കാം. ഇവരുടെ അനുഗ്രഹം ഇവരുടെ അനുഗ്രഹം കിട്ടാതെ ഇവരുടെ ശാപം മേടിച്ചു വരുത്തി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അനുഗ്രഹം നമുക്ക് ലഭിക്കത്തില്ല, നമ്മുടെ കാര്യങ്ങൾ നടക്കത്തില്ല, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നമുക്ക് തകർച്ചകളായിരിക്കും. അങ്ങനെ തകർച്ചകൾ വരുമ്പോൾ നീ പല പാപത്തിന്റെയും പിന്നാലെ പോകും. ഒന്ന് മദ്യപിക്കാൻ പോകും, ഇല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടും. നിനക്ക് സന്തോഷിക്കാനായിട്ട് പാപത്തിന്മേൽ പാപത്തിലേക്കാണ് നീ വീണു പോകുന്നത്. അത് നാശത്തിന്റെ പട്ടുകുഴിയിലേക്കാണ് പോകുന്നത്. നീ ദൈവത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും എല്ലാവരിൽ നിന്നും അകന്നു പോകുന്നു എന്ന് നീ ചിന്തിക്കണം. നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ നിനക്ക് മനസ്സിലാകത്തില്ല. കാരണം നീ മദ്യത്തിന്റെ ലഹരിയില്, അല്ലെങ്കിൽ മറ്റ് അവിഹിത ബന്ധത്തിന്റെ ലഹരിയില്, മറ്റു പല സന്തോഷത്തിന്റെ പിന്നാലെ പോകുമ്പോൾ നീ നാശത്തിന്റെ പട്ടുകുഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നില്ല. അവസാന നാളുകളിൽ അത് മനസ്സിലാകും. എപ്പോൾ നീ പടുകുഴിയിൽ അധംപതിച്ചു പോകുമ്പോൾ അവിടെ നിന്ന് നിനക്കൊന്നും ഉയർത്തെഴുന്നേൽക്കാനായിട്ട് യാതൊരുവിധ വഴികളും കാണത്തില്ല. അതിനു മുമ്പായിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലെ വാർദ്ധക്യത്തിൽ കഴിയുന്ന മാതാപിതാക്കളെ നമ്മളെ ക്ഷമിച്ച്, സഹിച്ച്, സ്നേഹിച്ച്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നിന്റെ മക്കളും നിന്റെ മക്കളുടെ മക്കളും ഏശയ്ക്ക് ചുറ്റിനും ഒലിവ് തൈകൾ പോലെ എന്ന് 128-ാം സങ്കീർത്തനം വായിക്കട്ടെ. കർത്താവിന്റെ ഭക്തർ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. അവരുടെ മക്കളും മക്കളുടെ മക്കളും മേശയ്ക്ക് ചുറ്റിനും ഒലിവ് തൈകൾ പോലെ ആയിരിക്കുമെന്ന്. അത്രയ്ക്ക് സന്തുഷ്ട ഭവനമായിട്ട് മാറും. മക്കളെ കാണുവാനുള്ള ഭാഗ്യം കിട്ടും. അല്ല എങ്കിൽ നമ്മുടെ ആയുസ് അധികം നാള് നീണ്ടുപോകത്തില്ല എന്ന് ഓർമ്മയിലിരിക്കട്ടെ. രോഗത്തിനും മറ്റു പലതിനും അടിമയായി നമ്മുടെ ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായി മാറും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. ഇന്ന് മഹത്വം കാണിച്ച പിതാവിനെയും മാതാവിനെയും കാര്യം അവര് ഒന്നിനും കൊള്ളാത്ത ആക്രി കച്ചവടക്കാർക്ക് പോലും വേണ്ടാത്ത രീതിയില് അവരെ നമ്മളെ വെറും പുച്ഛമായിട്ട് തള്ളിക്കളയുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. മഹത്വം കാംക്ഷിച്ച്, കാര്യം നിനക്ക് ഡിഗ്രി ഉണ്ട്, നിനക്ക് അധികാരമുണ്ട്, നിനക്ക് സ്ഥാനമാനങ്ങളുണ്ട്. അപ്പൊ വാർദ്ധക്യത്തിൽ നിന്ന് പല്ല് കൊഴിഞ്ഞതും മുഖം മാടിയതും തൊലി ചുളുങ്ങിയതുമായ അപ്പനും അമ്മയും ഒരു പുച്ഛമാണ് നിനക്ക് ജന്മം നൽകിയില്ലേ? അതുകൊണ്ടല്ല ഇന്ന് നീ ജീവിക്കുന്നതെന്ന് കർത്താവ് നിന്നോട് ചോദിക്കുകയാണ്. അവരെ പുച്ഛിച്ച് തള്ളുന്നവരുടെ കാര്യം, പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. എവിടെ പോയാലും നമുക്ക് ഒരു ബഹുമതി കിട്ടത്തില്ല, അവഹേളനമായിരിക്കും. നിന്നെ പുച്ഛിച്ചു തള്ളും.
അതുകൊണ്ട് കർത്താവിന്റെ സന്നിധി കേൾക്കുക. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. അമ്മയെ വേദനിപ്പിക്കുക, അമ്മയെ അപകീർത്തിക്കുക, അമ്മയെ ആദരിക്കാതിരിക്കുക. നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുന്ന കർത്താവിന്റെ കൽപ്പനയാണ്. അമ്മയെ വെറുക്കുക, അമ്മയെ പുച്ഛിച്ചു തള്ളുക, അമ്മയെ തെറി വിളിക്കുകയും അമ്മയെ ദുഷിച്ച കാര്യങ്ങളിൽ അമ്മയെ വെറൊരു കരിയാപ്പല പോലെ തള്ളിക്കളയുകയും ചെയ്യുന്നെങ്കിൽ നീ അപകീർത്തിക്കിരയാകും. അപ്പം മഹത്വം കാംക്ഷിച്ച് മാതാപിതാക്കളെ നമ്മളെ അനാദരവ് കാണിക്കരുത്. ദൈവത്തിന് ഇഷ്ടമല്ല. മകനെ, പിതാവിനെയും മാതാവിനെയും വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നത് വരെ അവന് ദുഃഖം കൊടുക്കരുത്. മരിക്കുന്നിട വരെ ഇവർക്ക് ദുഃഖം കൊടുക്കരുത്. ഇന്ന് മക്കളുടെ മക്കളും ഇതാ വാർദ്ധക്യത്തിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് ദുഃഖം കണ്ട മേൽ ദുഃഖം കൊടുത്തുകൊണ്ടിരിക്കുക. സമയത്തിനും കാലത്തും ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാനായിട്ട് മക്കളുടെ മക്കൾക്ക് സാധിക്കത്തില്ല. ഒരു അവഹേളനമാണ്, ഒരു പരിഹാസപാത്രമാണ് ഇപ്പോൾ വാർദ്ധക്യത്തിൽ കഴിയുന്ന മക്കള്. കാരണം കാണാൻ സൗന്ദര്യമില്ലല്ലോ. തൊലി ചുളുങ്ങിയിരിക്കുന്ന, കിടക്കുന്നിടത്ത് മുള്ളും, കിടക്കുന്നിടത്ത് മലവിസർജനം ചെയ്യും. അവരെ ഒന്ന് നോക്കുവാനോ, അവരെ ഒന്ന് നിന്നെ കിടന്ന കിടപ്പിൽ നിന്നെ നോക്കുകയും നീ മൂത്രത്തിൽ കിടന്നപ്പോഴും നീ മലവിസർജനത്തിൽ കിടന്ന് ഉരുണ്ടപ്പോഴും നിന്റെ അമ്മ എല്ലാം മാറ്റി വെച്ചിട്ട് നിന്നെ എടുത്ത് കഴുകി വൃത്തിയാക്കി പൗഡറിട്ട് നിന്നെ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കിടന്നിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം ഓർത്തില്ലെങ്കിൽ നിന്റെ അവസ്ഥയെ പറ്റി നീ ചിന്തിക്കാനായിട്ട് അക്കായുടെ പുസ്തകം പറയാം. നിന്റെ അവസ്ഥയെ കുറിച്ച് നീ ചിന്തിക്കേ. അക്കായി 1-3 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അറിയാം. ഇപ്പോൾ ഈ അവസ്ഥയാണെങ്കിൽ നിന്റെ അവസ്ഥയെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്കേ. മറ്റിട്ട മേഖലയിൽ നല്ല കെട്ടിടങ്ങളുമായി ബംഗ്ലാവുമായി അപ്പനെ അമ്മയും പുച്ഛിച്ച് ഒരു കോടി കൊണ്ട് തള്ളുന്ന പരിപാടി ഇന്ന് പല കുടുംബങ്ങളിലുണ്ട്. കാര്യം ഈ അടുത്തിടെ 1 മാസമായിട്ട് ഞാനും ടോംസ് കളപ്പുരക്കച്ഛനുമായിട്ട് ഡെലിവറൻസ് പറയാൻ അനേക കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ വിളിച്ചു പറയുന്നത്. വേദനാജനകമായ കാഴ്ചകളാണ് വിളിച്ചു പറയുന്നത്. ജന്മം നൽകിയ മാതാപിതാക്കളെ പുച്ഛത്തോട് കാണുന്ന മക്കളും തലമുറ നശിച്ച് നാരായണക്കല്ലായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തെറ്റുകൾ തിരുത്തിന്റെ മേഖലകളെ തിരുത്തിക്കൊണ്ട് ഇനിയെങ്കിലും വാർദ്ധക്യത്തിൽ കഴിയുന്ന മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ, മരണം വരെ അവർക്ക് ദുഃഖം കൊടുക്കാതെ അവരെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവന്റെ 1000 തലമുറ വേണ്ട, 7 തലമുറ അനുഗ്രഹിച്ചാൽ മതിയല്ലോ. 7 തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത വചനം പറയുന്നു, അവൻ അറിവ് കുറവാണെങ്കിൽ സഹിഷ്ണുത കാണിക്കുക. നമുക്കറിയാം, നിങ്ങളുടെ അത്ര വിദ്യാഭ്യാസമോ ഒന്നും മാതാപിതാക്കളില്ല. കൂലിവേല ചെയ്ത് നമ്മളെ പഠിപ്പിച്ചതാണ്. കൂലിവേല ചെയ്ത് നമ്മളെ ഡിഗ്രിക്ക് മേൽ ഡിഗ്രി തന്നെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസമോ അറിവോ ഒന്നും കാണില്ല. നിനക്ക് അറിവ് കൂടി, നിനക്ക് വിദ്യാഭ്യാസം കൂടി, പക്ഷെ വിവരമില്ലാത്ത സംഭാഷണം, വിവേചനമില്ല. ആരോടാണ് നീ സംസാരിക്കുന്നുള്ള ചിന്ത നിനക്കില്ലാതെ സംസാരിക്കുന്നെങ്കിൽ ആ സംഭാഷണം അവസാനിപ്പിക്കാനായിട്ട് ദൈവത്തിന്റെ വചനം ഈ പുതുവർഷത്തിലെ താക്കീതായിട്ട് തരികയാണ്. മാതാപിതാക്കൾ എപ്പോഴും കുടുംബത്തിലെ വിളക്കാണ്. നിന്റെ ജീവിതത്തിന്റെ അടിത്തറ തകർന്നു പോകാതെ നിന്റെ അനുഗ്രഹം, നിന്റെ പിതാവിന്റെ അനുഗ്രഹം നിന്റെ ശിരസിന് മുകളിലും, നിന്റെ അമ്മയുടെ അനുഗ്രഹം നിന്റെ അടിത്തറ സ്ട്രോങ് ആകും. ഇത് അടിത്തറ ഇളകിയിരിക്കുക. അമ്മയെ ശപിക്കുക. അവർക്ക് അറിവ് കുറവാണ്. നിനക്ക് അറിവുണ്ട്, നിനക്ക് വിവരമുണ്ട്, നിനക്ക് സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്, നിനക്ക് ജോലിയുണ്ട്, ആരോഗ്യമുണ്ട്. പക്ഷേ ഇവരെ അവരെ നിന്ദിക്കരുത് എന്നാ പറയുന്നത്. പ്രഭാഷകൻ 3:13 വായിച്ചത്. 14 പറയുന്ന, പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല, പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും. ഞാൻ അറിഞ്ഞും അറിയാതും ചെയ്തു പോകുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ട് അത് ഉപകാരമായിട്ട് മാറും. കഷ്ടതയുടെ ദിനത്തിൽ നീ വേദനിക്കുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ, ദുരിതം അനുഭവിക്കുമ്പോൾ അത് നിനക്ക് കാരുണ്യം, ദൈവത്തിന്റെ കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടമഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും, നിന്റെ കഷ്ടപ്പാടുകൾ മാറും. നീ പിതാവിനെയും മാതാവിനെയും അമ്മായിയമ്മയൊക്കെ ഇതെല്ലാം നമ്മുടെ മാതാപിതാക്കന്മാരാ. നീ വിവാഹം കഴിച്ചെങ്കിൽ നിന്റെ ഭാര്യയുടെ അപ്പനും അമ്മയും നിന്റെ അപ്പനും അമ്മയാ. അവരെ അമ്മായിയപ്പനും അമ്മായിയമ്മയെ കാണരുത്. ഇനി മരുമക്കളെ മാതാപിതാക്കളായിട്ട് തന്നെ കാണാൻ പഠിക്കണം. അല്ലാത്തടത്തെല്ലാം പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളാണ്. അവരെ അംഗീകരിക്കുവാനോ അവരെ സ്വീകരിക്കുവാനോ അവരെ അനുസരിക്കുവാനോ തയ്യാറില്ല എങ്കിൽ നീ നിന്റെ കുടുംബം അടിത്തറ ഇളകിയിരിക്കുക. എന്നെ വീണ്ടും ഞാൻ ഓർമ്മയിപ്പിക്കുക,
മകനെ സൗമ്യതയോടുകൂടി കർത്തവ്യങ്ങൾ അന്വേഷിക്കുക, സൗമ്യതയോടുകൂടി ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് സൗമ്യതയോടുകൂടി വേണം. പ്രകോപിപ്പിച്ചുകൊണ്ടാകരുത്, അവരെ വഴക്ക് പറഞ്ഞിട്ട് ആകരുത്, ശാന്തമായ രീതിയിലായിരിക്കണം. അടുത്ത വചനം പറഞ്ഞു, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം നീ വിനീതനാകണം. 16-ാമത്തെ വചനം പറയുകയാണ്, പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദോഷത്തിന് തുല്യമാണ്. ദൈവത്തെ പോലും നമ്മൾ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് ജന്മം നൽകിയ പിതാവിനെ പരിത്യജിക്കുക എന്ന് കർത്താവിന്റെ സന്നിധി പറയുക. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കാൻ, മക്കളെ ശപിക്കരുത്. കാര്യം നിങ്ങളുടെ ശാപം അത് അവർ കേൾക്കും. കാര്യം മാതാപിതാക്കളെ നോക്കാതെ വരുമ്പോൾ വേദനിച്ചിട്ട് ചിലപ്പോൾ ശാപ വാക്കുകൾ പറയും. ഒരിക്കലും അത് നിങ്ങളുടെ വായിൽ നിന്നുണ്ടാകരുത് എന്ന് ഞാൻ താണു വീണ് പറയുക. കാര്യം പിന്നെ പറയുന്ന വാക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ ഇനി അറിഞ്ഞോ അറിയാതെയും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അന്ന് ദൈവസന്നിധിയിൽ മാപ്പ് പറ. എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ വാക്കാല് അവർക്ക് നാശം വരരുത്. എൻ്റെ ദൈവമേ, അവന്റെ അറിവില്ലായ്മ കൊണ്ട് അവന്റെ ഇടപെടലിൽ എനിക്ക് വന്ന വേദനകളെ കർത്താവെ പൊറുക്കണമേ എന്ന് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പറയുക, അമ്മയെ മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേക്കും. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേക്കും. അപ്പം ദൈവത്തിന്റെ ശാപം കൂടെ നമുക്ക് വരിക. പിന്നെ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാൻ, എങ്ങനെ നമ്മുടെ കുടുംബം മുന്നോട്ട് പോകും, എങ്ങനെ നമ്മുടെ ജീവിതം നന്നാവും? ഇന്നലെ ഒരു ഭവനത്തിൽ ചെന്നപ്പോഴത്തേക്ക് പറയുകയാണ്, ഞാൻ ചോദിച്ചു ഭാര്യ എന്തേ? ഭാര്യ അമ്മയും അവളുമായിട്ട് ചേരത്തില്ല, അതുകൊണ്ട് അവള് വേറെ വാടകയ്ക്ക് റൂം എടുത്ത് പിള്ളേരുമായിട്ട് അവിടെ താമസിക്കുക. അമ്മയെ നോക്കാൻ ഒരു വേലക്കാരിയെ വെച്ചേക്കുക. അമ്മയും അവളുമായിട്ട് ചേരത്തില്ലെന്ന്. എങ്ങനെ ചേരാനാ? അപ്പൊ ഈ ഒരു അവസ്ഥയാണെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? നീയും മക്കൾക്ക് ജന്മം കൊടുത്തിട്ടില്ലേ? നിന്റെ മക്കളും ഏത് അവസ്ഥയിലായിരിക്കും വരുന്ന മരുമക്കൾ കാണിക്കുന്നത്? ആ അവസ്ഥയൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമുക്ക് അപ്പോഴപ്പോഴത്തുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കണം എന്നുള്ള ചിന്ത ഉപേക്ഷിച്ച് കളയുക. നമ്മുടെ വരുംകാല ജീവിതത്തിൽ നമ്മൾക്കും സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രതിച്ഛായയാണ്. ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിച്ഛായ നിനക്കും സംഭവിക്കും ഇതിന്റെ ഇരട്ടിയായിട്ട്. അതുകൊണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കരുത്, കർത്താവിന്റെ കൽപ്പനയാണ്. അവരെ വേദനിപ്പിക്കരുത്, മരണം വരെ അവർക്ക് ദുഃഖം കൊടുക്കരുത് എന്ന ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ നിന്റെ ജീവിതം ദൈവം തമ്പുരാൻ പടുത്തുയർത്തും. നിന്നെ ദൈവം പുനരുദ്ധരിക്കും. നഷ്ടങ്ങളും കഷ്ടങ്ങളും മാറ്റി ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. കർത്താവിന്റെ വചനം പറയുന്നു. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലേക്ക് നോക്കുമ്പോൾ എഫേസ്യസ് 6-ാം അധ്യായത്തില് 1-2 വചനം പറയാം. മക്കളോട് പറയാ, കൊച്ചുമക്കളെ പഠിപ്പിക്കണം. അതെ, എഫേസ്യസ്കാർക്ക് എഴുതിയ ലേഖനം ഇനി കുഞ്ഞുങ്ങളോട് ദൈവം പറയുകയാണ്. 6-ാം അധ്യായം 1-2 വചനം പറയുന്നു, കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. ഇപ്പൊ നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കണം, നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കണം. ബൈബിളിൽ പറയുന്നത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഇനി ജനിച്ചിട്ടില്ലാത്ത മക്കളെ കൂടി അത് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇവിടെ പറയുകയാണ്, നിന്റെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായമാണ്, ന്യായയുക്തമാണ്, അതിനേക്കാൾ അപ്പുറമൊന്നുമില്ല. മാതാപിതാക്കളെ എവിടെയാണ് അനുസരിക്കുന്നത്? തള്ള നിങ്ങൾ അവിടെ കാണാൻ അടങ്ങിയിരിക്കെ, ഞാൻ വേണ്ട പോലെ നോക്കിക്കോളാം എന്നൊക്കെ വാക്കുകൾ പറയുമ്പോൾ ഓർക്കണം, തള്ളയെന്നൊക്കെ വിളിക്കുന്നേ, മുതുക്കി. നിങ്ങൾക്ക് വയസ്സാകാലത്ത് അടങ്ങിയിരുന്നുകൂടെ എന്നൊക്കെ പറയുന്നെങ്കിൽ നിശ്ചയമായിട്ടും നിന്റെ മക്കളിൽ നിന്ന് നിനക്ക് അത് വരും, മക്കളിൽ നിന്നുണ്ടാകും. അപ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക് നന്മ കൈവരുന്നതിന്. എന്തിനാ ഇതൊക്കെ ദൈവം പറയുന്നത്? നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. ഇല്ലെങ്കിൽ ആയുസ്സെത്താതെ മരണമടയും. മക്കളെ കാണുവാനായിട്ട് അമ്മയ്ക്കും അപ്പനും സാധിക്കും. പക്ഷെ നീ അതിനു മുമ്പേ അടിത്തറ ഇളകി നീ ലോകത്തുനിന്ന് തന്നെ നിന്റെ ജീവിതം പോകുമെന്ന്, നിന്റെ ജീവൻ പോകും. മരണത്തിന് അതിനാകമാകും നീ. അതുകൊണ്ട് നിനക്ക് ദീർഘായുസ് വേണോ? ആയുസത്തി മരിക്കണോ? നല്ല മരണം കാണണോ? മാതാപിതാക്കളുടെ അനുഗ്രഹം കാണപ്പെടുന്ന ദൈവമാണ്. ഗുരു ദൈവം കാണപ്പെടുന്ന ദൈവമാണ്. ചെവി ഉണ്ടെങ്കിൽ കേക്ക്, ഇനിയെങ്കിലും തിരുത്ത്. വചനം കുറെ കേൾക്കുന്നുണ്ട്, കുറെ ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരംശങ്ങളും അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നിന്റെ നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു എന്ന് യെശയ്യായുടെ പുസ്തകം 48-ാം അധ്യായം 18-ാമത്തെ തിരുവചനം ദൈവം തമ്പുരാൻ പറയുകയാണ് യെശയ്യാ പ്രവാചകനെ കൂടി.
നീ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നിന്റെ നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ സമാധാനമില്ല, സന്തോഷമില്ല എങ്കിൽ അത് വീണ്ടും നിനക്ക് ലഭിക്കാൻ വേണ്ടി കർത്താവ് പറയുന്നു, ഇന്നു മുതൽ കർത്താവിന്റെ സ്വരം കേട്ട് നമ്മൾ ജീവിച്ചാൽ എത്ര നന്നായി എന്ന് ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം വ്യക്തമാക്കി പറയുകയാണ്. 4-ാം അധ്യായത്തിൽ പറയുന്നു, 6-7 വചനത്തിൽ പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അടുത്ത വചനം പറയുന്നു, വാഗ്ദാനത്തോടു കൂടി ആദ്യത്തെ കൽപ്പനയാണ് മനുഷ്യർക്ക് ദൈവം കൊടുത്തേക്കുന്നത്. ആദ്യം നിന്റെ 3 കൽപ്പനകൾ ദൈവത്തിന്റെ ഹിതവും ബാക്കിയുള്ള കൽപ്പനകൾക്ക് മനുഷ്യന് ദൈവം ഈ ഭൂമിയിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് മക്കളോടും പറയുകയാണ്, ഇനി പിതാക്കന്മാരോട് പറയും, മാതാപിതാക്കന്മാരോട് പറയുക, പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപമുളവാക്കരുത്. കാര്യം അവരെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. അത് മാതാപിതാക്കളും ശ്രദ്ധിക്കണം. അവരെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തണം. നമുക്കറിയാം, ഈശോയെ പതിവ് പോലെ ദേവാലയത്തിൽ കൊണ്ടുപോകുമായിരുന്നു. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് മാത്രമായിട്ട് ഈശോ വളർന്നു. ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, ലൂക്ക ചാപ്റ്റർ 2 വേഴ്സ് 41 നമ്മൾ പോകുമ്പോൾ അവിടെ കാണുന്നുണ്ട്, യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. മാതാപിതാക്കളും മക്കളെ ദൈവഹിതപ്രകാരം വളർത്താനായിട്ട് പരിശ്രമിക്കണം. എന്നാലേ തിരുകുടുംബം പോലെ ആകത്തുള്ളൂ, എന്നാലേ ഇവരിൽ നമ്മൾ ബഹുമാനിക്കത്തുള്ളൂ. അവരുടെ തെറ്റുകൾക്ക് നമ്മൾ കണ്ണടച്ച് കളയരുത്. അത് നമ്മളെ വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്. അടുത്ത വചനം ഇവിടെ പറയുകയാണ്, ലൂക്കയുടെ സുവിശേഷം 51-52 പറയുക. 2-ാം അധ്യായം 51-52 വചനത്തിലേക്ക് പോകുമ്പോൾ, പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രയത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. മാതാപിതാക്കൾ 30 വർഷക്കാലം മാതാപിതാക്കൾക്ക് കൗമാരവും യൗവന പ്രായം, അതായത് വിവാഹപ്രായം എത്തുന്നിടം വരെ അവർക്ക് വിധേയമായിട്ട് അവരോടൊപ്പം ജീവിച്ചു. അനുസരിച്ച് അവർ പറയുന്നതൊക്കെ കേട്ട് ജീവിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ആ സ്നേഹം ഈ ലോകത്ത് ആര് തന്നാലും മതി വരുത്തില്ല. ഒരു പെണ്ണ് തന്നാലും തരത്തില്ല. അത് താൽക്കാലികമായിരിക്കും. പക്ഷെ മാതാപിതാക്കളുടെ സ്നേഹം മക്കളോട് അത്ര വലിയ ഒരു പരിപാലന സംരക്ഷണം മാതാപിതാക്കളുടെ സ്നേഹത്തിലുണ്ട്. ആ സ്നേഹം ദൈവികമാണ്. ആ സ്നേഹം ദൈവത്തിൽ നിന്നാണ്. ഗോഡ് ഈസ് ലവ്, ലവ് കമ്മിങ് ഫ്രം ഗോഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ് അത് വരുന്നത്. ആ പാവം, ആ സ്നേഹം ദൈവം തന്നെയാണത്. ആ സ്നേഹത്തിന് അതിരുകളില്ല, അളവുകളില്ല. മാതാപിതാക്കളുടെ സ്നേഹത്തിന്, മക്കളോടുള്ള സ്നേഹത്തിന് അതിരുകളില്ല. അതിനേക്കാൾ ഉപരിയാണ് ദൈവസ്നേഹം. ആ സ്നേഹമാണ് മാതാപിതാക്കളെ കൂടി നമ്മളോട് വരുന്നത്. ആ മാതാപിതാക്കളോടുള്ള സ്നേഹം നമ്മളെ നോക്കണം. അതൊരിക്കലും നമ്മളറിയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധി വീണ്ടും പറയുകയാണ്. സുഭാഷിതം 23-25, പ്രോവർബ് ചാപ്റ്റർ 23 വേഴ്സ് 25 നമ്മൾ നോക്കുമ്പോൾ പറയുന്നു, അവിടെ നമ്മൾ വ്യക്തമാക്കുക, നിന്റെ മാതാപിതാക്കന്മാർ സന്തുഷ്ടരാകട്ടെ, നിന്റെ പെറ്റമ്മ ആഹ്ലാദിക്കട്ടെ. വാർത്തകത്തില് എന്റെ അമ്മ ഇപ്പം കേട്ടോണ്ടിരിക്കുക, ഇതിൻ്റെ അകത്തുണ്ട്. എന്റെ അമ്മ 4 മക്കളും നല്ലപോലെ നോക്കുന്നുണ്ട്. കാരണം അപ്പന് മദ്യപാനി ആയതുകൊണ്ട് എന്റെ അമ്മ ഇപ്പൊ നമ്മളോടൊപ്പം ഉണ്ട്. ഇത്രയും പ്രായം ചെന്ന് വയസ്സ് 94 വയസ്സിന് മേളിലുണ്ട്. തമ്പുരാൻ ഇപ്പോഴും അമ്മയെ ആയുസ്സും ആരോഗ്യം കൊടുത്ത് നിർത്തിയിരിക്കുന്നു. മക്കളെല്ലാം നല്ലപോലെ അമ്മയെ നോക്കുന്നുണ്ട്. നീ നോക്കടാ, ഞാൻ നോക്കടാ എന്നും പറഞ്ഞ് വട്ടുകെട്ടാറില്ല. അമ്മ വാർദ്ധക്യത്തിൽ സന്തുഷ്ടമായിട്ടാണ് കഴിയുന്നത്. സന്തോഷമാണ്. എന്നെ കഴിവ് ഞാനും കൊടുക്കുന്നു, എന്റെ സഹോദരങ്ങളെ കഴിവത് അവരും കൊടുക്കുന്നു. അമ്മയ്ക്കൊന്നിനും കുറവ് വരാതെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മയുടെ കാര്യം നല്ലപോലെ നോക്കാനുണ്ട്. അതുകൊണ്ട് പക്ഷെ നിങ്ങൾ ഓർക്കണം, ഈ ഒരു പരിപാലനയും സംരക്ഷണവും നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുത്തുകൂടെ? ഒരുപക്ഷെ ആരെങ്കിലും എന്നെ കൈ ചൂണ്ടി ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കും, എന്റെ മാതാപിതാക്കളെ ചെറുപ്പം മുതൽ ഞങ്ങൾ നോക്കുകയായിരുന്നു. ഞങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഒരു ഓഹരിയല്ല, അവർക്ക് ആദ്യം ഞങ്ങൾ കൊടുത്ത്, ഞങ്ങൾ പട്ടിണി കിടന്നാലും അവരെ കൊടുത്ത് ഞാൻ കഴിക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോ എന്നൊന്നും ആരോടും പറയാറില്ല. എനിക്കില്ല എന്ന് ഞാൻ പറയാറില്ല.
പക്ഷെ അവരുടെ ആവശ്യങ്ങളൊക്കെ സഹായിക്കും എപ്പോഴും. അതുകൊണ്ട് എനിക്കൊന്നിനും കുറവ് ദൈവം തരുന്നില്ല. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാ, എനിക്കൊന്നിനും കുറവില്ല. കാര്യം മാതാപിതാക്കളുടെ അനുഗ്രഹവും ദൈവത്തിന്റെ അനുഗ്രഹവും ഒരുപോലെ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒന്നിനും ആരുടെ മുമ്പിൽ ഒന്നിനും കുറവില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നതിന്റെ കാരണം ദൈവത്തെ സ്നേഹിച്ചു, മാതാപിതാക്കളെ സ്നേഹിച്ചു, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണെന്ന് വ്യക്തമായിട്ട് എനിക്ക് വിളിച്ചു പറയാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറണമെങ്കിൽ മാതാപിതാക്കള് ആഹ്ലാദിക്കട്ടെ. നമുക്ക് വേദനകളും വിഷമങ്ങളും ഉണ്ട്, അവരെ അറിയിക്കണ്ട. അവര് വാർദ്ധക്യത്തിൽ എന്ത് ചെയ്യാനാ? അവര് നമ്മളെ സഹായിക്കാൻ പറ്റുമോ? ഇല്ല. അവർക്കൊരു വിഷമം കൊടുക്കാതെ നമ്മുടെ വിഷമങ്ങൾ നമ്മൾ തന്നെ സഹിച്ചുകൊണ്ട് അവർക്ക് സന്തോഷം കൊടുക്കുമ്പോൾ ഇത് കാണുന്ന ഒരു ദൈവമുണ്ട്, സ്വർഗത്തിൽ ഇരുന്ന് കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ അനുഗ്രഹം മക്കളുടെ മേലേക്ക് ഒഴുകുന്നത് മാതാപിതാക്കളിൽ കൂടിയാ, നേരിട്ടല്ല, മാതാപിതാക്കളിൽ കൂടിയാ നമുക്ക്. അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരുടെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന മക്കളാണ് ഏറ്റവും ഈ ലോകത്ത് നല്ലത്. ഇനി നമ്മൾ പറയാം മക്കളെ വളർത്തിയെടുക്കേണ്ട രീതി. ഞങ്ങളെയൊക്കെ വളർത്തി അതുകൊണ്ടാ നല്ല രീതിയിൽ വളർത്തിയതിന്റെ കാരണം 30-ാം സുഭാഷിതം 30-ന്റെ വ്യക്തമായിട്ട് വിളിച്ചു പറയാം. 17-ാമത്തെ വചനം പറയുന്നു, പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവന്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കട്ടെ, കഴുകൻ തിന്നുകയും ചെയ്യട്ടെ എന്ന് ദൈവത്തിന്റെ വാക്കാ. മാതാപിതാക്കളെ അവജ്ഞയോടെ കാണുന്നവന്റെ ഒക്കെ കണ്ണ് മലങ്കാക്ക കൊത്തിപ്പറിക്കട്ടെന്ന്. അതിന്റെ അർത്ഥം അറിയാവോ? പിന്നെ ഈ ലോകത്തിൽ അവന് അന്ധതയായിരിക്കും, ഈ ലോകത്തിൽ അവന്റെ ജീവിതം അന്ധകാരമായിരിക്കുമെന്ന്. കഴുകൻ തിന്നട്ടെ എന്ന്, അതായത് നീ അധ്വാനിക്കുന്നതും നീ ഉണ്ടാക്കിയതും എല്ലാം കഴുകൻ വന്ന് കൊത്തിപ്പറിച്ച് തിന്നുന്നെന്ന് പറഞ്ഞ് നീ എങ്ങോട്ട് പോകുന്നെന്നറിയത്തില്ല. മാതാപിതാക്കളെ അവജ്ഞയോടെ കാണുന്നവന്റെ കണ്ണ്, അവജ്ഞയോടെ ഇടപെടുന്നവന്റെ ജീവിതം കഴുകൻ പറിച്ച് എല്ലാം കൂടെ ചിന്നിച്ചെതിരെ അവിടെ കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്നാ പറയുന്നത്. ചുരുക്കമായിട്ട് പറഞ്ഞാൽ ഒരിക്കലും ഗതി പിടിക്കത്തില്ല എന്ന. സുഭാഷിതം 29:17 പറയുന്നു, സുഭാഷിതം 29:17 പറയുന്നു, മക്കളെ ശിക്ഷണത്തിൽ വളർത്തണം. മാതാപിതാക്കളുടെ തെറ്റാണ് ഏറ്റവും വലുത്. മാതാപിതാക്കളുണ്ടല്ലോ, കുഞ്ഞുങ്ങളെ അവരുടെ കളിക്കും ചിരിക്കും അവർ കാണിക്കുന്ന തെറ്റിനും കണ്ണടയ്ക്കുന്നു. അത് ഏറ്റവും വലിയ അപകടമാണ്. ഇന്നത്തെ കാലഘട്ടത്തില് മക്കളുടെ പിടിവാശി, കൊച്ചു കുഞ്ഞുങ്ങളുടെ പിടിവാശി കണ്ടാൽ കർണക്കുറ്റി അടിച്ച് കൊല്ലാൻ തോന്നും, കാലവാരി നിലത്തടിക്കാൻ തോന്നും. കാര്യം മാതാപിതാക്കള് ലജ്ജിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ. ചെറുപ്പത്തില് അവർ കാണിക്കുന്ന തെറ്റിന് നല്ല ശിക്ഷ കൊടുക്കണം, വടി കൊണ്ടടിക്കണമെന്നാ പറയുന്നത്. ഇതാണ് സുഭാഷിതം 29:17 പറയുന്നു, മകന് ശിക്ഷണം നൽകുക, അവൻ നിനക്ക് ആശ്വാസഹേതുവാകും, നിന്റെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. ഇനി മക്കളെ അടിച്ചു വളർത്തിയില്ലെങ്കില് പ്രഭാഷകന്റെ പുസ്തകം പറയുന്നത് കേട്ടോണം. സിറാഖ് ചാപ്റ്റർ 30 പറയുന്നു, പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 1 മുതലുള്ള വചനത്തിൽ പറയും, പുത്രനെ സ്നേഹിക്കുന്നവൻ മക്കളെ സ്നേഹിക്കുന്നവൻ അവരെ പലപ്പോഴും അടിക്കുന്നു. വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കും. അടിച്ചു വളർത്തുന്ന മക്കളെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും, ശിക്ഷണത്തിൽ വളർത്തിയാൽ. എന്നിട്ട് പറയാ, സ്നേഹിതരുടെ മുമ്പിൽ അവരെ കുറിച്ച് അപമാനിക്കാം എന്ന് ചില മക്കൾ വന്നു പറഞ്ഞാല് ചില വീടുകളിലൊക്കെ ചില മക്കളെയും കൊണ്ട് പോകും. അയ്യോ ഒന്നും പറയണ്ട, അവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്ന, സ്വന്തം വീട്ടിൽ കാട്ടുന്നതിനേക്കാൾ വല്ലവരുടെ വീട്ടിൽ. അപ്പൊ മാതാപിതാക്കൾ ലജ്ജിക്കേണ്ടി വരും മക്കളുടെ ഈ പ്രവൃത്തി കണ്ടിട്ട്. അടിച്ചു വളർത്തണം, ഒന്നയുള്ളെങ്കിൽ ഉളക്കിക്ക് അടിക്കണമെന്നാ പറയുന്നത്. അടിച്ചു വളർത്തി പഠിപ്പീരെ. അവർ മുഖാന്തരം നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല മക്കളെ ശിക്ഷണത്തിൽ വളരാൻ. ഇനി മക്കളെ പഠിപ്പിക്കണം. നമ്മളൊക്കെ ഉണ്ടല്ലോ ശിക്ഷണം കൊടുക്കാതെ ഇപ്പൊ പഠിപ്പിച്ചോണ്ടിരിക്കുക. എന്നിട്ട് പഠിച്ചു കഴിയുമ്പോൾ അവർ ദേണ്ട കിടക്കുന്ന നമ്മളെ വാരിക്കോരി നിലത്തടിച്ചു കളയും. ഇവിടെ 3-ാമത്തെ വചനം പറയുന്നു, മക്കളെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുവാക്കുന്നു. സ്നേഹിതരുടെ മുമ്പിൽ അവനെ അപമാനിക്കാം. എന്റെ മക്കള് ജഡ്ജിയാണ്, എന്റെ മക്കൾ IAS ആണ്. നമുക്കറിയാം ഓട്ടോറിക്ഷക്കാരന്റെ മക്കൾ IAS ആയത്, കളക്ടറായത്. ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് പഠിപ്പിച്ചതാ, കൂലിവേല ചെയ്ത് പഠിപ്പിച്ചത്, കളക്ടറായി IAS ആയത്, IPS നേടിയത്. ഇതൊന്നും സമ്പന്നതയിൽ നിന്നല്ല, മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തുന്നതാ. IAS നേടിയിട്ട് ആ മകള് പറയുന്ന കേട്ടു,
എന്റെ അപ്പന് രാവും പകലും ഓടിയിട്ട് എന്റെ ഫീസ് അടയ്ക്കുന്ന പൊട്ടിക്കരയായിരുന്നു ഇത് കേട്ടിട്ട്. പലപ്പോഴും ഒക്കെ ന്യൂസൊക്കെ കേൾക്കണം. ഓട്ടോറിക്ഷക്കാരന്റെ ഭിക്ഷയെടുത്ത് ജീവിച്ചവന്റെ മകന് IAS മേടിച്ചു. ഭിക്ഷ തണ്ടി ജീവിച്ചവനാ. നമുക്കൊക്കെ ജോലിയുണ്ട്, മാനമുണ്ട്, ഇതുണ്ട്. മാനം കെട്ട് നമ്മളൊന്നും ചെയ്യാറില്ല. പക്ഷെ മക്കളെ പഠിപ്പിക്കുന്നെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു അപമാനിക്കാനിടയുണ്ട്. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല. തന്നെ പോലെ ഒരുവനെ അവശേഷിപ്പിച്ചിട്ടാണ്. ജീവിച്ചിരിക്കുമ്പോൾ അവൻ മക്കളെ കണ്ട് സന്തോഷിച്ചു. ഇന്ന് ജീവിച്ചിരിക്കുമ്പോ തന്നെ മക്കളെ കണ്ട് ദുരിതം അനുഭവിക്കുക, കണ്ണുനീര് ധാരിതായിട്ട് ഒഴുക്കേണ്ടി വരിക. മക്കളെ അടിച്ചു വളർത്താത്തതിന്റെ ഗുണവാ. ഇന്ന് മാതാപിതാക്കൾ കണ്ണുനീരോട് ഓടി നടന്ന് കരച്ചില്ല. വിവാഹം നടക്കുന്നില്ല, അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല. താൻ തോന്നിയായിട്ട് ജീവിക്കുന്നു, മദ്യപിക്കുന്നു, മയക്കുമരുന്ന് അടിമ. അടിച്ചു വളർത്താത്തതിന്റെ ഗുണവാ. വഷളായി. അതുകൊണ്ടാണ് അടുത്ത പറയുന്നത്, ശത്രുക്കളോട് പകരം വീട്ടാനും സ്നേഹിതന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാനും അവൻ അവശേഷിക്കുന്നുണ്ട്. ഇനി അടുത്ത പറയാ, 7-ാമത്തെ വചനം പറയുന്നു, പ്രഭാഷകൻ 37 പറയാം, മക്കളെ വഷളാക്കുന്നവനെ മുറിവ് വെച്ച് കെട്ടേണ്ടി വരും. സത്യ ഇന്ന് അതാണ്. മാതാപിതാക്കളുടെ ഹൃദയം മുറിഞ്ഞു, കണ്ണുനീരൊഴുക്കുന്നു, സ്വസ്ഥതയില്ല, ഉറക്കം നഷ്ടപ്പെടുന്നു, മുറിവേൽപ്പിക്കുക. അപ്പം പകരം അതാണ്, മക്കളെ വഷളാക്കുന്നവന് മുറിവ് വെച്ച് കെട്ടേണ്ടി വരും. അവന്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും, മാതാപിതാക്കളെ വേദനിപ്പിക്കും. ഇന്ന് കൊച്ചു മക്കളൊക്കെ പറയുന്ന വാക്കുകൾ കേട്ടാല് സത്യം പറഞ്ഞുണ്ടല്ലോ, ഇവരെയൊന്നും ജീവനോട് വെച്ചോണ്ടിരിക്കാൻ തോന്നത്തില്ല. അതേ രീതിയാ മാതാപിതാക്കൾ. അതുപോലെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യത്തില്ല, ഗുരുക്കന്മാരെ റെസ്പെക്ട് ചെയ്യത്തില്ല. നമുക്കറിയാം, ടീച്ചർമാരൊന്നും അടിച്ചു കഴിയാമെങ്കിൽ ആ മാതാപിതാക്കൾ പോലും അവരുടെ മക്കളുടെ സൈഡിൽ നിന്നിട്ട് പറയുന്നത്. പണ്ടത്തെ അപ്പന്മാർ പറയും, 2 അടിയും കൂടെ കൊടുക്കാൻ മേലായിരുന്ന ടീച്ചറെ എന്നേ ചോദിക്കത്തുള്ളൂ. അപ്പൊ മക്കൾക്ക് പേടിയാ, മാതാപിതാക്കൾ സൈഡല്ല. തെറ്റ് കാണിച്ചിട്ടാ ടീച്ചർ അടിച്ചെന്ന് പറയും. ടീച്ചറിന് തലയ്ക്ക് വട്ടൊന്നും ഇല്ല അടിക്കാൻ. എന്നിട്ട് ഇവിടെ പറയുക, മെരുക്കാത്ത കുതിര ദുർശാഠ്യം കാണിക്കും. മക്കളെ വടികൊണ്ട് അടിച്ച് വളർത്തിയില്ലെങ്കിൽ, തക്ക ശിക്ഷണം കൊടുത്ത് വളർത്തിയില്ലെങ്കിലുണ്ടല്ലോ, ദുശാഠ്യക്കാരിയായിട്ട് മാറും. ദുശാഠ്യം കാണിക്കുന്ന മക്കളാകും. ഇന്ന് കൊച്ചു മുട്ടയെന്ന് വിരിയാത്ത പിള്ളേർ പോലും ദുശാഠ്യമാ. എന്തൊരു ദേഷ്യമെന്നറിയോ? മാതാപിതാക്കളെ പച്ചയ്ക്ക് കടിച്ചു കീറിക്കളയും. ആ മക്കളെ അമിതമായി ലാളിച്ചാൽ അതും ദോഷമാ. അമിതമായി ലാളിച്ചാൽ അവര് വലുതാകുമ്പോൾ നിന്നെ ഭയപ്പെടുത്തും. അവനോട് കൂടെ കളിക്കുക, അവൻ നിന്നെ ദുഃഖിപ്പിക്കും. മാതാപിതാക്കൾ ചെയ്യണം, കുട്ടികളുടെ കൂടെ കളിക്കാൻ വിടുക. മാതാപിതാക്കളുടെ ആ മക്കളുടെ കൂടെ കളിക്കാൻ പോയാലുണ്ടല്ലോ, പിന്നെ യാതൊരു വിലയില്ല. ഇപ്പൊ അപ്പനും മക്കളും ഇരുന്ന് ചീട്ട് കളിക്കുന്ന കാണാം, അപ്പനും മക്കളും ഇരുന്ന് ബിയർ അടിക്കുന്ന കാണാം. മക്കളുടെ കൂടെ കളിക്കുക. ലാസ്റ്റ് ഒരു കുപ്പി ബിയർ കുടിക്കാൻ കാശില്ലാതെ വന്നപ്പോ വെട്ടിക്കൊന്നു. ചോദിച്ചിട്ട് അമ്മ കൊടുത്തില്ല, അമ്മയെ കുത്തിക്കീറി. ബിയർ അടിക്കാൻ കാശ് കൊടുക്കാൻ ഞാൻ. അടുത്ത പറയാണ്, യൗവനത്തില് അവന് അധികാരം കൊടുക്കരുത്, അവന്റെ തെറ്റുകൾ അവഗണിക്കരുത് എന്ന് വെച്ച ചെറുപ്പത്തിൽ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുക, ശിക്ഷിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവൻ അനുസരണമില്ലാത്ത നിർബന്ധ ബുദ്ധിയായി തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും. മകന്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിക്കേണ്ടിരുന്നതിന് അവന്റെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രമിക്കുക, ശിക്ഷണം കൊടുത്ത് വളർത്തുക. പ്രഭാഷകൻ 26-ാം അധ്യായം 10-ാമത്തെ വചനം പറയുന്നത് എന്താണെന്ന് നോക്കണം. ദുഷ്ടാത്കാരിയായ പുത്രിയെ കർക്കശമായി നിയന്ത്രിക്കുക, സ്വാതന്ത്ര്യം ദുരുപയോഗിക്കും. ഇന്ന് മക്കളെ കർക്കശമായി നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മക്കൾ നിമിത്തം മക്കൾ അവരുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കുക. ഇന്നൊരു വ്യക്തി എൻ്റെ കണ്ണുനീരോടെ വന്ന് പറയുകയാണ്, എൻ്റെ മകളെ ഒരു അന്യജാതി ചെറുക്കനെ സ്നേഹിക്കൂ. 2 വർഷമായി പഠിക്കാൻ വിട്ടതാ, കഷ്ടപ്പെട്ട അവരെ വളർത്തിയതെന്ന്. അവിടെ നിന്നൊരു മാതാവ് കണ്ണുനീരോടെ പറയുക, ദേവാലയത്തിലെ നെടുമുടി പള്ളിയിൽ വെച്ച്. എന്ത് മറുപടി കൊടുക്കും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലെ പരിപൂർണമായിട്ടും നമ്മളെ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി വളർത്തിയെടുക്ക. അവരെ നമ്മളെ നോക്കിയാലും നോക്കിയില്ലേലും അടി കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതാ. അതായത് സുഭാഷിതം സദൃശവാക്യ 23-ാം അധ്യായത്തിലെ 13-14 വചനം പറയുന്നതെന്ന് കേട്ടുകൊടുത്ത്. 13-14 വചനം, കുട്ടിയെ ശിക്ഷിക്കാൻ മടിക്കണ്ട,
കൊച്ചു കുഞ്ഞാന്നും പറഞ്ഞ് ശിക്ഷിക്കാൻ മടിക്കേണ്ട, നല്ല അടി കൊടുത്ത് വളർത്തണം. മുട്ടയെന്ന് വരുന്ന എന്തെങ്കിലും താൻ തോന്നിയായിട്ട് ജീവിക്കുക, എന്തെങ്കിലും തറുതല കാണിച്ചാൽ അവരോടൊത്ത് ചിരിക്കരുത്. അവർ കാണിക്കുന്ന കുസൃതിക്ക് നമ്മളെ സന്തോഷിക്കരുത്. അത് അവർക്കൊരു വളമായിട്ട് മാറും. അതുകൊണ്ട് പറയാ, കുട്ടിയെ ശിക്ഷിക്കാൻ മടിക്കണ്ട. വടി കൊണ്ട് അടിച്ചെന്ന് വെച്ച് അവൻ മരിച്ചു പോകത്തില്ലെന്ന് വചനം പറയുകയാണ്. വടി കൊണ്ട് അടിച്ചെന്ന് പറഞ്ഞ അവൻ ചത്തുപോകത്തൊന്നും ഇല്ലെന്ന്. ഇനി പോയേ പോട്ടെ, ദുഷ്ടാഠ്യം കാണിക്കുന്ന പിള്ളേരെ നല്ലപോലെ അടിച്ചു വളർത്താൻ പഠിക്കണം. അടിക്കുമ്പോൾ നീ അവന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങള് തോന്നിയാസമൊക്കെ കാണിക്കുമ്പോ മക്കള് അവരുടെ ഇതിനെ സന്തോഷിക്കുന്ന കാണാം. ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോ, ഞാൻ ഭവനത്തിലൊക്കെ പോകുന്ന ആളാ, വിളിച്ചു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കുഞ്ഞുങ്ങൾ ഓരോന്നൊക്കെ എറിഞ്ഞു പോയി, ആ സാരമില്ല അവൻ കുഞ്ഞല്ലേ, അല്ല പൊട്ടിക്ക വെച്ചു കൊടുക്കണം. ഞാനും ഒക്കെ കുഞ്ഞുങ്ങളെ വളർത്തിയതാ. ആ കുഞ്ഞല്ല, അവന് അറിവില്ലെന്ന്. അറിവ് കിട്ടാൻ വേണ്ടി അടിക്കാൻ പറയുന്നത്. അടിച്ചു വളർത്തണം, മേലിൽ ഇനി അങ്ങനെ ചെയ്യരുത്. അപ്പൊ അതുകൊണ്ട് തമ്പുരാന്റെ മുമ്പില് ശിക്ഷിക്കാൻ മടിക്കണ്ടെന്ന് ദൈവത്തിന്റെ വചനം. വടി കൊണ്ട് അടിച്ചെന്ന് വെച്ച് അവൻ മരിക്കുകയില്ല എന്ന് സുഭാഷിതം 23:13-14 വചനം വായിക്കണം. പ്രോവർബ് ചാപ്റ്റർ 23 വേഴ്സ് 13 and 14. അതുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ വീണ്ടും 22-ാമത്തെ വചനം 15 അടുത്ത് ഞാൻ നിർത്തുകയാണ്. 22-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ പറയുന്നു, ശിശുവിന്റെ ഹൃദയത്തിൽ പോഷത്വം കെട്ടിപ്പിണയും. അവരോടൊത്ത് കളിക്കുക, അവർ കാണിക്കുന്ന തെറ്റുകൾക്ക് അവരുടെ അടുത്ത് ആഹ്ലാദിക്കുക ഒക്കെ ചെയ്താൽ അവർക്കൊരു വളമാകും. അതുകൊണ്ട് ശിശുവിന്റെ ഹൃദയത്തിൽ പോഷത്വമാണ് കെട്ടി നിൽക്കുന്നത്. വടി കൊണ്ടടിച്ചത് നേരെയാക്കണം. അതുകൊണ്ട് കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നു. ശിശ്നത്തിൽ വടി അതിനെ ആട്ടി ഓടിക്കുന്നു. കണ്ടോ, അവന്റെ ഹൃദയത്തിലെ പോഷത്വം നിറയാതിരിക്കാൻ അടിച്ചു വളർത്തുകയാണെങ്കിൽ ആ പോഷത്വം അവന്റെ ഹൃദയത്തിൽ നിന്ന് പോകും. ആ വലുതാകുമ്പോൾ അത് ചെയ്യും. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. ചെറുപ്പത്തിലെ നല്ല പോലെ അവരെ അഭ്യസിപ്പിച്ചു കഴിഞ്ഞാൽ വലുതാകുമ്പോഴും നമുക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ല. മക്കളെ നമ്മളെ ബഹുമാനിക്കുകയും മക്കളെ അനുസരിക്കുകയും മക്കളെ പ്രതി നമ്മൾ സന്തോഷിക്കുകയും ചെയ്യാൻ സാധിക്കും. അടിച്ചു വളർത്തണം. ഏതെങ്കിലും മക്കളെ ലാളിച്ചു വഷളാക്കുന്നുണ്ടെങ്കിൽ നീ മുറിവ് വെച്ച് കെട്ടേണ്ടി വരും. ദൈവസന്നിധി സമർപ്പിക്കാം. ഏതെങ്കിലും വിധത്തിൽ മക്കളിൽ നിന്ന് വേദനകൾ ഉണ്ടായിട്ടുള്ള മാതാപിതാക്കള്, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. എന്നിട്ട് പശ്ചാത്തപിക്കുക. കർത്താവെ, അറിവില്ലാതെ ഞങ്ങളുടെ വായിൽ നിന്നൊക്കെ അവരെ വേദനിപ്പിച്ചെടുക്കുക ചെയ്തിട്ടുണ്ട്. അവരെ സംരക്ഷിച്ചില്ല, പരിപാലിച്ചില്ല. അവൻ നോക്കട്ടെ ഇവൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തള്ളിത്തട്ടി, അവന്റെ സമ്പത്തുണ്ടല്ലോ എനിക്ക് സമ്പത്തില്ലല്ലോ. നിന്റെ ഉള്ളതുപോലെ തന്നെ നിന്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നീ കൊടുക്കാൻ പരിശ്രമിക്കുമ്പോൾ ദൈവം നിനക്ക് വാരിക്കോരി തരും. ഈ അനുഗ്രഹം കിട്ടാതെ കിടക്കുന്നതിന് കാരണം ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് കൊണ്ടാ. കൊടുക്കും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നാ പറയുന്നത്. ദൈവം അളന്നു കുലുക്കി നിന്റെ മടിയിലിട്ട് തരുമെന്നാ പറയുന്നത്. അതുപോലെ തന്നെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമുള്ള ഒരു ബ്രദറാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത്. കുടുംബജീവിതത്തിലും മാതാപിതാക്കളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കഷ്ടപ്പെട്ട് വളർത്തിയെങ്കിൽ കഷ്ടപ്പെട്ട് തന്നെ അവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ ആദ്യം ഉള്ളത് കൊടുക്കുക. അതുകൊണ്ട് മാതാപിതാക്കൾ സന്തോഷിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകും. ദൈവാനുഗ്രഹം നമുക്ക് വരും. ദൈവം സമ്പത്ത് അനുഗ്രഹിച്ചു തരും. അതിൽ ദുഃഖം കലർത്തത്തില്ല. സുഭാഷിതം 10:22. എന്തുകൊണ്ടാണ്? മാതാപിതാക്കള് അമ്മയപ്പനും ഒന്നും വേദനിപ്പിക്കാതെ നല്ല ജീവിതം നയിക്കട്ടെ. നിന്റെ മക്കൾ അല്ലെങ്കിൽ വഷളായി പോകും. അവരെ സാഹസിച്ച് അടി കൊടുത്ത് വളർത്തിയില്ലെങ്കിൽ അവർ മുഖേന നീ മുറിവേക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നീ ലജ്ജിക്കേണ്ടി വരും. ഇന്ന് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വചനങ്ങളാൽ ഏതെങ്കിലും കുറവുകൾ നമ്മളിൽ വന്നു പോയിട്ടെങ്കിൽ ഈ വചനത്തിന്റെ അനന്തയോഗ്യതയാല് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും നിരത്തി നമ്മളെ നേരെ വഴി നയിക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങള് വചനമാണ്, ദൈവമാണ് പറഞ്ഞ. വടി കൊണ്ടടിച്ചില്ലെങ്കിൽ അവൻ വഷളായി പോകും. അവന്റെ ഹൃദയത്തിൽ പോഷത്വം ഉണ്ട്. ആ പോഷത്വം അടികൊള്ളുമ്പോൾ ആ പോഷത്വം അവന്റെ ഹൃദയത്തിൽ നിന്ന് കെട്ടിക്കിടക്കത്തില്ല, അത് വിട്ടുപോകും. അതുകൊണ്ട് വടി കൊണ്ടടിച്ചെന്നും പറഞ്ഞൊന്നും ചത്തുപോകത്തൊന്നുമില്ല. കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ രീതിയിൽ അടിക്കണം. അവർക്ക് വേദനിക്കുന്ന രീതിയിൽ അടിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സാധാരണ കുടുംബം തിരുകുടുംബം പോലെ ആയിത്തീരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.